നമ്മളിന്ന് ബാംഗ്ലൂർ പോവാ. എനിക്ക് നാളെ ക്ലാസ് തുടങ്ങി. ഇന്നെ കൊണ്ടാക്കാൻ വരുന്ന എന്റെ കാക്കു പിന്നെ എന്റെ നാട്ടിലെ മെയിനും. നമ്മൾ പറഞ്ഞ സമയത്ത് എത്താത്തോണ്ട് ബസ്സിന്റെ പാട്ടിന് പോയിക്കണം. മെയിൻ ആയിട്ട് ബസ്സിന്റെ മുമ്പ് കണ്ട് നിർത്തിയിട്ട് ആ ചങ്ങായി കണ്ണടയിൽ കുറെ തെറി വിളിച്ചു. നാളെ നേരം വെളുക്കോളം ഈ ഇരുത്തിരിക്കണം ഇവിടെ. കുറച്ച് കഴിഞ്ഞപ്പത്തിന് ചുക്കാമണിയുടെ കേട് തുടങ്ങിയിരിക്കണം. മൂത്രയിച്ചാൻ മുട്ടിയെ മറക്കാൻ വേണ്ടി കുറെ നേരം ഉറങ്ങാൻ നോക്കി. നടക്കണില്ലട്ടോ. ഇനി കുറച്ചു നേരം എന്റെ സ്വാലത്തായ കുട്ടിനെ ആലോചിച്ച് ഇറക്കാൻ വിചാരിച്ചു. മൂത്രയിച്ചാൻ മുട്ടിയെ നേരത്തെ ആലോചിച്ചാൻ പറ്റിയ കാര്യമാണല്ലോ. ഇനി നമ്മൾ ചൊർക്ക് കൂടാൻ വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ കണ്ട് തേച്ച് കുറച്ചേരം പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു മയം എഴുതിയിരുന്നു. അപ്പത്തിന് മൂത്രയിച്ചാൻ മുട്ടൽ അറ്റ് പീക്കായി. വെള്ളം കണ്ട മൂത്രയിച്ചാൻ മുട്ടലിന്റെ കൂതി കൂടും. ചങ്ങായിന്റെ കജ്ജും കാലം പിടിച്ച് ഓരോരുത്തർ നിർത്തിച്ചു. ഇപ്പൊ ഒരു 10 ലക്ഷം കടം കിട്ടിയ ഒരു പെങ്ങളെ കെട്ടിച്ച സുഖമാണ്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് നിർത്തി. ബീഫും നെയ്പത്തലും ചെറിയ നേരമൊക്കെ നല്ല സമയം കൂടി നമുക്ക് തന്നില്ല. പിന്നെ നേരം വെളുത്തപ്പോഴാണ് നീച്ചിടെ. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി. ഇത് വെള്ളുവനാട് എക്സ്പ്രസ് ആണോ അതോ ബാംഗ്ലൂർ മെട്രോ ആണോ? അമ്മായി തിരക്ക്. ഇന്റെ അപ്പുറത്തിരിക്കണ 60 വസന്തത്തിനെ കണ്ടില്ല. ഫേസ്ബുക്കിൽ ഓരോ ആന്റിമാരെ അക്കൗണ്ട് എടുത്ത് സൂം ചെയ്ത് നോക്കി ഒക്കെ നമ്മൾ കാണണ്ടേ. നമ്മളങ്ങനെ എന്റെ കോളേജിൽ പോവാണ്. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് എടുത്തിട്ടില്ല. കലാപം ഉണ്ടാവോന്ന് അറിയില്ലല്ലോ. ഇന്റെ വല്യമാരുടെ കൂടെ എന്ത് കാര്യം ചുറ്റുമ്പോൾ 101